ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിഡ്കോഡ് എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാത്തോളജി ആൻഡ് ലബോറട്ടറി എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓൾറെഡി നമ്മൾ മെഡിസിൻ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, സോ കാണാത്തവർ കണ്ടു നോക്കാം. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാത്തോളജി ആൻഡ് ലബോറട്ടറിയിൽ നിന്ന് വരുന്ന 2025 ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: A forensic autopsy was completed on an adult female for evidence of poisoning. How would you report this services? Okay. അപ്പം ഒരു ഫോറൻസിക് ഓട്ടോപ്സി നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അഡൾട്ട് ഫീമെയിലിന് വേണ്ടിയിട്ടാണ് നടന്നിട്ടുള്ളത്. എവിഡൻസ് ഓഫ് പോയിസണിങ്ങിനാണ് കേട്ടോ. അപ്പം എങ്ങനെയാണ് നമ്മളിത് റിപ്പോർട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 88027. ഓക്കെ, അതിനകത്ത് എന്താ പറയുന്നത്? നെക്രോപ്സി ഓർ ഓട്ടോപ്സി. അതായത് ഓട്ടോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ നെക്രോപ്സി എന്നും പറയും. രണ്ട് പേരുണ്ട് കേട്ടോ. അപ്പം അതിനകത്ത് നെക്രോപ്സി ഓർ ഓട്ടോപ്സി ഗ്രോസ് ആൻഡ് മൈക്രോസ്കോപ്പിക് വിത്ത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഇവിടെ എന്തിലാണ് നടന്നിട്ടുള്ളതെന്നൊന്നും പറയുന്നില്ല അല്ലേ. ബ്രെയിനിലാണോ സ്പൈനൽ കോഡിലാണോ എന്നൊന്നും നമുക്കിവിടെ വ്യക്തമല്ല. അതുകൊണ്ട് നമ്മുടെ ആ ഓപ്ഷൻ എന്ന് പറയുന്നത് റോങ് ആണ്. ഓപ്ഷൻ ബി ചെക്ക് ചെയ്ത് നോക്കിക്കേ. 88040 നെക്രോപ്സി ഓർ ഓട്ടോപ്സി ഫോറൻസിക് എക്സാമിനേഷൻ. അതെ, ഇതാണ് നമുക്ക് വേണ്ടുന്ന കോഡ്. കറക്റ്റ് ആൻസറാണ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത്. കാരണം ഇവിടെ പറയുന്നുണ്ട് എവിഡൻസ് ഓഫ് പോയിസണിങ് എന്നാണ് അല്ലേ, തെളിവാണ് അല്ലേ, പോയിസണിങ് ആവുന്നതിൻ്റെ തെളിവാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ഫോറൻസിക് എക്സാമിനേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മൾ എവിഡൻസ് നോക്കുന്നത് തന്നെയാണ്. സോ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി ഓപ്ഷൻ സിയും ഡിയൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും റോങ് ആണ് എന്നുള്ളത്. അപ്പം നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. സെക്കൻഡ് ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആണ്, എന്നാലും ഇതിൽ കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചാൽ മതി കേട്ടോ. ഡോക്ടർ ഗ്രീൻ വെർബലി റിക്വസ്റ്റഡ് ഡോക്ടർ റെൻഡാൽ. ഒരു ക്ലിനിക്കൽ പാത്തോളജിസ്റ്റാണ് ഡോക്ടർ റെൻഡാൽ. അപ്പോൾ ഡോക്ടറോട് ഡോക്ടർ ഗ്രീൻ എന്ത് ചെയ്തു? റിക്വസ്റ്റ് ചെയ്തു ഒരു പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൺസൾട്ടേഷൻ ഒക്കെ നോക്കിയ സമയത്ത് പേഷ്യൻറ്റിന് ഹൈ റിസ്ക് പ്രഗ്നൻ്റ് ആണ്. ഓക്കെ, അതിനുശേഷം ഒരു കോംപ്രഹെൻസീവ് കൺസൾട്ടേഷനൊക്കെ കൊടുത്തു. മെഡിക്കൽ റെക്കോർഡൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് ഒരു കോംപ്രഹെൻസീവ് റിപ്പോർട്ട് കൂടെ റെൻഡൽ ആർക്ക് കൊടുത്തു? ഡോക്ടർ ഗ്രീനിന് കൈമാറി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ പേഷ്യൻ്റ് എന്ന് പറയുന്നത് മേരി ആൻ ആണ്. ഡോക്ടർ ഗ്രീൻ ആണ് റെൻഡലിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പം ഡോക്ടർ റെൻഡലിൻ്റെ സർവീസ് ആണ് നമുക്കിവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പം ഡോക്ടർ റെൻഡലാണ് ഈ കൺസൾട്ടേഷൻ എല്ലാം ചെക്ക് ചെയ്ത് റിപ്പോർട്ട് ആർക്ക് കൊടുത്തത്? ഡോക്ടർ ഗ്രീനിന് കൊടുത്തത്. അപ്പം റെൻഡലിൻ്റെ സർവീസാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് ചെക്ക് ചെയ്ത് പോവാം. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഹൈ റിസ്ക് പ്രഗ്നൻ്റ് ആണ് ലേഡി എന്ന് പറയുന്നുണ്ട് അല്ല, പേഷ്യൻ്റ് ഹൈ റിസ്ക് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് തന്നെയാണ് നമ്മുടെ കോംപ്രഹെൻസീവ് റിപ്പോർട്ടിൽ ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്യാം. 80505 ആണ്. അതിനകത്ത് വരുന്നത് എന്താണ്? അതിനകത്ത് വരുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 628 കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഇവിടെ ഒരു ടേബിൾ കാണാനായിട്ട് പറ്റും. മെഡിക്കൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു ടേബിളുണ്ട്, അതായത് 627 അതിനകത്ത് വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ആൻസർ വായിക്കാം. 80505 വരുന്ന കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. പാത്തോളജി ക്ലിനിക്കൽ കൺസൾട്ടേഷൻ for a highly complex clinical problem with a comprehensive review of patient history and medical records and high level of medical decision making. ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലാണ് നമ്മളത് കോഡ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുന്നത്? പേഷ്യൻറ്റിന് ഹൈ റിസ്ക് പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. സോ നമ്മുടെ റൈറ്റ് കോഡ് ഓപ്ഷൻ എ തന്നെയാണ്. ബാക്കിയുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കുക. ഓപ്ഷൻ ബി എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റില്ല, അത് ഈ എൻ്റെ അമിത്തെ കോഡാണ്. സോ നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ സി നോക്കുമ്പോൾ ഈ എൻ്റെ അമിത്തെ ഒരു കോഡുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഈ എൻ്റെ കോഡ് ഉണ്ട്, അപ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എന്നാലും നമുക്ക് ആ സെക്കൻഡ് കോഡ് കൂടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് 504 ആണ് വരുന്നത്. അത് മോഡറേറ്റ് ആണ്. നമുക്കിവിടെ മോഡറേറ്റ് കേസ് അല്ല പറയുന്നത്, ഹൈ ആണ് പറയുന്നത് അല്ലേ. ഓപ്ഷൻ ഡി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് ലോ ആണ്. ഓക്കെ, അപ്പോൾ അതുമല്ല. സോ ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഇതിന് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതിൽ കീ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് ഹൈ റിസ്ക് പ്രഗ്നൻ്റ് എന്നാണ്. ആ ഒരു കോമ്പണൻറ്റ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എലിമിനേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു മടുപ്പുണ്ടാവും വായിക്കാനായിട്ട്. പക്ഷേ ഇതിൽ കീ എലമെൻറ്റ് നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ത്രൂ എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ 80505 ആണ്.
Third question, a patient underwent cytogenetic testing for a neoplastic hereditary paraganglioma disorder in a solid tumor. Which code would you report for the study, the interpretation and the report? ഇതിനകത്ത് ആൾക്കൊരു ഡിസോർഡർ ഉണ്ട്, നിയോപ്ലാസ്റ്റിക് ഹെറിഡിറ്ററി പാരാഗാംഗ്ലിയോമ ഡിസോർഡർ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റിംഗ് നടത്തി, സൈറ്റോജെനറ്റിക് ടെസ്റ്റിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. സോ ഇതിൻ്റെ സ്റ്റഡി, അതുപോലെ ഇൻ്റർപ്രിറ്റേഷൻ, റിപ്പോർട്ട്, ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കോഡ്സ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസേഴ്സ് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്യാം. 88239 അതിനകത്ത് പറയുന്നത് ടിഷ്യൂ കൾച്ചർ ഫോർ നിയോപ്ലാസ്റ്റിക് ഡിസോർഡേഴ്സ് സോളിഡ് ട്യൂമർ. അതെ, അത് കറക്റ്റാണല്ലേ. സോളിഡ് ട്യൂമറിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു, അത് കറക്റ്റാണ്. നിയോപ്ലാസ്റ്റിക് ഡിസോർഡർ ആണ് എന്ന് പറഞ്ഞു, അതും കറക്റ്റാണ് അല്ലേ. നമുക്കൊരു നിയോപ്ലാസ്റ്റിക് ഹെറിഡിറ്ററി പാരാഗാംഗ്ലിയോമ ഡിസോർഡർ ആണ്. സോ അത് നിയോപ്ലാസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡർ ആണ്, അത് റൈറ്റ് ആൻസർ ആണ്. പിന്നെ ഒരു ഓപ്ഷൻ കൂടെ അതിൻ്റെ കൂടെ തന്നെ വേറൊരു കോഡ് കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. 88291 അതെന്ന് പറയുന്നത് സൈറ്റോജെനറ്റിക് ആൻഡ് മോളിക്കുലർ സൈറ്റോജെനറ്റിക് ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് റിപ്പോർട്ട്. യെസ്, നമുക്ക് ഇൻ്റർപ്രിറ്റേഷനും അതുപോലെ റിപ്പോർട്ടിൻ്റെയും കൂടെ നമുക്ക് കോഡ് ചെയ്യാനുണ്ട് അല്ലേ. സോ സൈറ്റോജെനറ്റിക് ടെസ്റ്റിംഗ് ആണത്, അതും നമുക്ക് കറക്റ്റ് ആൻസർ ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ തന്നെയാണ്. എന്നാലും ഇങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് അവിടെ വെച്ചതിന് ശേഷം ബാലൻസ് കോഡ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ടൊരു കോഡ് കൊടുക്കാം. സെക്കൻഡ് കോഡ് നോക്കിക്കേ, 88291 കേട്ടോ, ബിയിൽ, ഓപ്ഷൻ ബിയിൽ. അത് മാത്രം നമുക്ക് കൊടുത്താൽ പോരാ, കാരണം ഇവിടെ സൈറ്റോജെനറ്റിക് ടെസ്റ്റിംഗ് കൂടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ തന്നെയാണ് എന്താണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലേ. ഇനി സി കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ, 88241 അതെന്താ, തോവിങ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഫ്രോസൺ സെൽസ് എന്നൊക്കെയാണ് പറയുന്നത്, അത് റോങ് ആണ്. ഓപ്ഷൻ ഡിയും റോങ് ആണ്, അൺലിസ്റ്റഡ് സൈറ്റോജെനറ്റിക് സ്റ്റഡിയാണ്. സോ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ തന്നെയാണ്. എപ്പോഴെങ്കിലും ഒരു ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള 3 കോഡ്സ് കൂടെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം കോഡ് കൊടുക്കാം. ഒരു ഡൗട്ടും ഇല്ലാത്ത കോഡ്സ് ആണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ആൻസർ കൊടുക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡൗട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് കൂടെ കോഡ്സ് ഒന്ന് ചെക്ക് ചെയ്യുക, ഓപ്ഷൻസ് കൂടെ ചെക്ക് ചെയ്തതിന് ശേഷം ആൻസർ കൊടുക്കുക കേട്ടോ. ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ തന്നെയാണ് കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ, കോഡ് 3278F is used to report what type of performance measure testing for chronic kidney disease, CKD. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ CPCയിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ ആ ഒരു കോഡ് നമ്മൾ പോയി നോക്കിക്കഴിയുമ്പോൾ തന്നെ അതിനകത്തുള്ള ഡിസ്ക്രിപ്ഷനാണ് നമ്മുടെ ആൻസർ. അപ്പം നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. സോ ഇതൊന്നും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല, അത്രയും ഈസിയാണ്. അപ്പം നമുക്ക് നോക്കാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സെറം ലെവൽസ് ഓഫ് കാൽഷ്യം, ഫോസ്ഫറസ്, ഇൻടാക്ട് പാരാതൈറോയ്ഡ് ഹോർമോൺ ആൻഡ് ലിപ്പിഡ് പ്രൊഫൈൽ ഓർഡേഡ് CKD. ഓക്കെ, ഇത് നമുക്ക് 2 രീതിയിൽ നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഇതിനകത്ത് CKD എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടല്ലേ, പിന്നെ ഓപ്ഷനിലും CKD എന്ന് പറഞ്ഞ് ഈ ഒരു ഓപ്ഷനിൽ മാത്രമേ അത് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള കോഡ്സിലൊന്നും CKD എന്ന് സ്പെഷ്യലായിട്ട് അതിനകത്ത് കൊടുത്തിട്ടില്ല. സോ അത് വെച്ചിട്ട് തന്നെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻ കേസ് 2-3 ഓപ്ഷൻസിലൊക്കെ ഈ CKD എന്ന് പറഞ്ഞ് റിപ്പീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ ഓപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. ഇപ്പം ഈ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 895 എന്ന് പറയുന്ന പേജിലുണ്ട്. 32788F കേട്ടോ. 3278Fൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ അത് ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. Fifth question, Eldon had a breath alcohol test at the hospital after being arrested for jogging naked through the park. Eldon told the police that he had a few beers for breakfast but was not drunk and enjoyed the air on his skin while jogging. Eldon's breath alcohol test was mathematically calculated. How would the calculation on this test be reported? സോ ഇതിനകത്ത് ആൽക്കഹോൾ ബ്രീത്ത് ടെസ്റ്റാണ് നമുക്ക് കോഡ് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ അത് ആര് ടെസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്, പോലീസ് ടെസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം ഇത് ഹൗ വുഡ് ദി കാൽക്കുലേഷൻ ഓൺ ദിസ് ടെസ്റ്റ് ബി റിപ്പോർട്ടഡ്, ഈ ഒരു കാൽക്കുലേഷൻ നമ്മളെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ഓപ്ഷൻ 84600, അതെന്ന് പറയുന്നത് വോളറ്റൈൽസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. സോ അതൊക്കെ റോങ് ആണ്, അത് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു ഭാഗത്തില്ലാത്ത, നമ്മുടെ ആ ഒരു ടെസ്റ്റ് കേസിൽ വരാത്തൊരു കോഡാണ്. സോ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബി ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 80320 ആൽക്കഹോൾ അല്ലേ.
ആ ബോക്സിനകത്തുണ്ട് ആൽക്കഹോളാണ്. പക്ഷേ നമ്മൾക്ക് വേണ്ടത് ടെസ്റ്റാണ് അല്ലേ, ആൽക്കഹോൾ ടെസ്റ്റിൻ്റെ ആണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഈ ഒരു ഓപ്ഷൻ കാണുമ്പോൾ ആരാണെങ്കിലും ചിലപ്പോൾ ഇതാണ് റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ നമ്മൾ ആൻസർ കൊടുക്കും. ബട്ട് ദിസ് ഈസ് റോങ് ആൻസർ. ഓക്കെ, നമ്മൾക്ക് വേണ്ടത് ആൽക്കഹോൾ ബ്രെത്ത് ടെസ്റ്റാണ്, കൂടെ ബ്രെത്ത് കൂടെ വേണം. അപ്പോൾ ഇത് റോങ് ആണ്. ഓപ്ഷൻ സി ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 82075 എന്ന് പറയുന്നത് ആൽക്കഹോൾ ബ്രെത്ത് ടെസ്റ്റ് തന്നെയാണ്, കറക്റ്റാണ്. പിന്നെ കൂടെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട് 82355 എന്ന് പറയുന്നത്, അതുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. കാൽക്കുലസ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്നാണ്. കാൽക്കുലസ് ഒന്നും നമുക്കിതിനകത്ത് പറയുന്നില്ല അല്ലേ. അപ്പോൾ അത് എന്ന് പറയുന്നത് നമുക്കത് ആവശ്യമില്ലാത്തതാണ്. സോ നമുക്കത് അവോയ്ഡ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ, 82075. ആൽക്കഹോൾ എത്തനോൾ ബ്രെത്ത്. ഓക്കെ, ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോൾ സെയിം ആണ്, ബ്രെത്ത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ മാത്രം നമുക്ക് കോഡ് ചെയ്താൽ മതി. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി. Sixth question. A panel test in the pathology and laboratory section of the CPT book include all the codes listed with the panel description. When a panel is performed and additional pathology or laboratory tests are complete, how should you report those additional tests? എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഒരു ഗൈഡ് ലൈൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ പാത്തോളജി ആൻഡ് ലബോറട്ടറി സെക്ഷനിൽ പാനൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ കുറച്ച് പാനലുകൾ പഠിച്ചിട്ടുണ്ട്, കോംപ്രഹെൻസീവ് പാനൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ പാനൽ ടെസ്റ്റുകൾ നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് ആ പാനൽ ടെസ്റ്റുകളുടെ കൂടെ എക്സ്ട്രാ അഡീഷണലായിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ ഓപ്ഷൻ ഒരുപാട് 4 ഓപ്ഷൻസ് നമ്മൾ തന്നിട്ടുണ്ട് അല്ലേ. സോ ഇതിനകത്ത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് ദ അഡീഷണൽ ടെസ്റ്റ് ഷുഡ് ബി റിപ്പോർട്ടഡ് സെപ്പറേറ്റ്ലി ഇൻ അഡീഷൻ ടു ദി പാനൽ കോഡ്. അഡീഷണൽ ടെസ്റ്റുകൾ വല്ലതും വന്നു കഴിഞ്ഞാൽ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് പാനൽ കോഡിനോട് റിപ്പോർട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം റോങ് ആണ്. പക്ഷേ വായിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻസ് വരാം. നമുക്കിപ്പോൾ അഡീഷണൽ വല്ല ടെസ്റ്റുകൾ പാനൽ കോഡിൻ്റെ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാനൽ കോഡ് റിപ്പോർട്ട് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ അഡീഷണൽ ടെസ്റ്റ് റിപ്പോർട്ട് ചെയ്യുക. സോ ഇങ്ങനെ വേണം നമ്മൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.